കുറേ ദിവസമായിട്ടോ കുക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അങ്ങനെ ഒന്ന് കട്ടൻ ചായ കുടിക്കാൻ ഒരു പൂതി, അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ രാവിലെ ഒന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിനൊക്കെ നനച്ച് വെച്ച് ഞാനിതാ പുട്ടും കുറ്റിയിലിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നുമില്ല, പഴം പുഴുങ്ങിയതാണ് കേട്ടോ. കുറച്ച് നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ആവിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം എടുത്തുള്ളൂ കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കത്തിയൊക്കെ എടുത്തിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇപ്പുറത്ത് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കൈയോടെ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറികളും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഓമക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണയിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും ഒരു 2-3 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 2 എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ഓമക്കായ അതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല വെന്ത് പോയിട്ടോ, ഒറ്റ വിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോയിട്ടോ. എങ്കിലും വല്ലപ്പോഴും കിട്ടുന്ന സാധനമല്ലേ, എന്തായാലും വേസ്റ്റ് ആക്കിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. നന്നായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉപ്പേരിയായി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കമ്പനിയിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേക്കിൻ്റെ സീസണല്ലേ, അപ്പോൾ അതും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഓമക്കായ കിട്ടിയ സന്തോഷത്തിൽ ഓമക്കായ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പും കഴുകിയിട്ട് കുറവുള്ള പരിപ്പായതുകൊണ്ട് ആദ്യം 2 വിസിലടിച്ച് അതിന് ശേഷമാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു, പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈയോടെ തന്നെ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു എളുപ്പപ്പണിയാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ ഒന്ന് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കറി തിളച്ച് വന്നപ്പോൾ സാമ്പാർ പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് വറുത്തിടുകയാണ് കേട്ടോ. കടുകും കറിവേപ്പിലയും കൂടിയും വറുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഓമക്കായ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം കറിയും ഉപ്പേരിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അതാണ് രസം. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഉപ്പേരി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഐറ്റംസൊക്കെ തലേ ദിവസത്തെയാണ് കേട്ടോ. മീൻകറി, മീൻ വറുത്തതൊക്കെ തലേ ദിവസത്തെയാണ്. ഉപ്പേരിയും മുട്ട വറുത്തതും മാത്രമാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.